സാറെന്താ മൂഡ് ഓഫ് ആയത്? ഒരു സങ്കടം പോലെ. കുഞ്ഞാവേണ്ടാത്ത ദുഃഖം, അനപത്യത ദുഃഖം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡോക്ടർമാരെന്ത് പറഞ്ഞു? ഓ, ഒരു കാര്യമില്ല. കാണിച്ചിട്ട് കാര്യമില്ല. കാര്യത്തിലോട്ട് കിടക്കാതെ എങ്ങനെയാണ് കുട്ടികളുണ്ടാവാ? ദുഷ്ടപിശാച്, രാക്ഷസി, രക്തരക്ഷസ്, വഞ്ചകി. നീ മിണ്ടിപ്പോരുത്. ഞാൻ മിണ്ടും. അവള് വഞ്ചിച്ച് എന്റെയും കൂടെ. ബാക്കി ഞാൻ പറയാം. ഭാരതവർഷം വിട്ടിട്ട് ഞാൻ സ്വന്തം ചാനൽ തുടങ്ങുന്ന സമയം NBA ചാനൽ ലോഞ്ചിന് 3-4 ദിവസം മുമ്പ് കാമുകനും കാമുകയും കൂടെ പ്രേമിച്ച് തളർന്ന് കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസം പ്രമുഖ വ്യവസായിയും പ്രവാസി മലയാളിയുമായ രാജൻ കർത്തയെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റും അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ ശ്രീ ഭരതൻ പിള്ളയാണ് കേരള ഘടകത്തിലെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് കർത്തയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയത്. കേരളത്തിൽ നിന്ന് നിലവിൽ പാർട്ടിക്ക് ഒരു MP പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ രാജൻ കർത്തയ്ക്ക് കേന്ദ്രമന്ത്രി ഇതൊരു നല്ല സൂചനയാണല്ലോ. വാർത്തകൾ ഇതുപോലെ പൊട്ടി വിടരുന്ന സാഹചര്യത്തിലാണല്ലോ നമ്മുടെ ചാനലിന്റെ തുടക്കം. സ്ക്രീനിൽ നിറയ്ക്കാൻ വാർത്തകൾക്ക് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. അത് ശരിയാ. പക്ഷെ ജോസേട്ടൻ പറയുന്ന അർത്ഥത്തിലല്ല. എന്തായാലും ഇന്നു മുതൽ എല്ലാ ന്യൂസ് ചാനലുകളുടെ മെയിൻ ഫോക്കസ് രാജൻ കർത്തയിലും ഭരതൻ പിള്ളയിലും ആയിരിക്കും. വ്യൂവേഴ്സിന്റെ മുഴുവൻ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു സർപ്രൈസിംഗ് എക്സ്ക്ലൂസീവ് സ്റ്റോറിയുമായിട്ട് മറ്റന്നാൾ നമ്മൾ ഓണറും. ഗുഡ്. ഓൾ അതർ ചാനൽസ് ആർ ബാഫിൽഡ്. അല്ല, അതിനുള്ള സ്റ്റോറി 4 ഡിഫറെന്റ് എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് റെഡിയാണ്. ഏത് വേണം നമ്മൾ തീരുമാനിക്കും. 2 ദിവസം കൊണ്ടുണ്ടല്ലോ. കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് വീണ് കിട്ടാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല. മണവാളിനെത്തിയോ? അറിയില്ലേ വേണു? വെളിച്ചപ്പാടിന് ആരാണ് അറിയാത്തത്? കെൽവിൻ ജോസഫിന്റെ പാർട്ണർ. എനിക്കറിയാമല്ലോ. പിന്നെ ഒരുപാട് കാശൊന്നും ഡമ്പിയല്ലേ, ഇവൻ പലതും പറയും. ഞങ്ങളുടെ കല്യാണമാണ് നാളെ, പക്ഷെ ക്ഷണിക്കുന്നില്ല. രജിസ്റ്റർ മാരേജ് ആണ്. ഋഷി പറഞ്ഞു. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. എടാ, അതെ, ഒപ്പിടല് മാത്രമേ ഉള്ളൂ നാളെ. ഇനി 1 മാസത്തേക്ക് രേണുവിനെ പ്രതീക്ഷിക്കരുത്. ഞങ്ങളുടെ സബ് എഡിറ്ററാ. നിലത്ത് നിൽക്കടാ ചക്ക. തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. വലിയൊരു ചാനലുകാരൻ. ചെല്ല് ചെല്ല്. നന്നായിട്ട് നടത്തണമെന്നുണ്ടായിരുന്നു അച്ഛന്. കെട്ടി ഒരുങ്ങി പൂമാലയിട്ട് ഇങ്ങനെ ഇളിച്ചു നിൽക്കാൻ വേറെ ആളെ നോക്കണം. ഞാൻ അച്ഛന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. നിന്റെ അച്ഛന് വേണ്ടി വേറെ ആളെ നോക്കാം. അതിന് എന്റെ അമ്മ സമ്മതിക്കുമോ? ഈശ്വരാ, ഇങ്ങനെ ഒരു മുള്ളു മുരിക്കും. ഞാൻ മുരിക്കാണോടി? ആണോ? ഞാൻ മുരിക്കും പോവല്ലേടി. അതെ, നാളെ വൈകുന്നേരം വരെ ഒന്ന് ക്ഷമിച്ചൂടെ? ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കാം. ഋഷി, ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ചാനൽ ഉടമ എന്ന അലങ്കാരത്തിന് വേണ്ടിയല്ല ഞാൻ കാശ് മുടക്കുന്നത്. ബിസിനസ്. എനിക്ക് ആരോടും, മീൻസ് പാർട്ടിയോ മതമോ, ഒന്നിനോടും ഒരു അലീജിയൻസും ഇല്ല. റേറ്റിംഗ്, വാർത്തയുടെ വിറ്റുവരം, അത്രേ ഉള്ളൂ. ഒപ്പം നീ ആഗ്രഹിക്കുന്ന മാക്സിമം സ്വാതന്ത്ര്യം. കറക്റ്റ് ലൈൻ. അല്ലെങ്കിൽ തന്നെ ആരോടാണ് പ്രതിബദ്ധത? അന്തിക്ക് മുമ്പേ ജോലിയും കഴിഞ്ഞ് വന്ന് കുളിച്ച് കക്ഷത്തി സ്പ്രേയും അടിച്ച് കൊച്ചുങ്ങൾ ഉറങ്ങാൻ കാത്തിരുന്ന് ഉഷ്ണിക്കുന്ന ഉണ്ണാക്കന്മാർക്ക് 2 മണിക്കൂറിനുള്ള നേരം പോക്കാണ് ഞങ്ങൾ ഈ ചാടി മറിഞ്ഞ് വേർത്തെടുക്കുന്ന വിഷ്വൽസും വാർത്തകളും. പറ. ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഇതൊന്നും കാണും. ഇനി ഈ ആറ്റിറ്റ്യൂഡ് മാറിയ നീ തരുന്ന പൈസക്ക് നിന്റെ ചാനലിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും. ഹലോ. രേണു, മണിലല്ല, ഒരു ഷോക്കിംഗ് എക്സ്ക്ലൂസീവ് ഇപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ. ഋഷി, നിന്റെ ചാനലിനെ ഇന്ന് രാത്രി ഓൺ എയർ പോകാൻ പറ്റുമോ? എന്താ? ഒരിക്കലും ആർക്കും കിട്ടാത്ത ഒരു എക്സ്ക്ലൂസീവ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. വേണോ വേണ്ടേ? നമ്മൾ ഇന്ന് രാത്രി ഓൺ എയർ പോവാണ്. ഗെറ്റ് എവരിതിങ് സെറ്റ്. പിന്നെ വൈകിട്ട് 6 മണി തൊട്ട് പ്രമോ പോകണം. പ്രമോ കേരളത്തെ ഞെട്ടിക്കുന്ന തീ പിടിച്ചൊരു ചരിത്ര വാർത്തയുമായിട്ട് NBA ഇന്ന് രാത്രി 10 മണിക്ക് ലോഞ്ച് ചെയ്യുന്നു. ഇന്റർനെറ്റിൽ FM പ്രമോ കാരണം. ഓക്കെ. ഋഷി, പ്രമോ കണ്ടിട്ട് 10 മണിക്ക് ജനങ്ങൾ ഞെട്ടാൻ കാത്തിരിക്കും. പക്ഷേ ഈ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ഞെട്ടിക്കാവുന്ന 4 സ്റ്റോറി നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും എടുത്ത് നമുക്ക് തുടങ്ങും. അത്ര തന്നെ. അതെ, ഇപ്പൊ തന്നെ പ്ലേ ഔട്ട് ഓൾറെഡി. ഓക്കെ. എന്താ 5M വാട്ടർ പ്രൂഫ് USB വയർ ക്യാമറ.
സാധാരണ സർജിക്കൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഇവൻ ആമാശയത്തിലും കുടലിലും വരെ കയറി ഷൂട്ട് ചെയ്യും. ബട്ട് നമ്മുടെ പർപ്പസിന് 62 ഡിഗ്രി വൈഡ് വിഷ്വൽസ് വ്യൂ. AV വിഷ്വൽസ് മുത്ത് പോലെ ഇരിക്കും. ഹൈ റെസൊല്യൂഷനാണ്. പിന്നെ നീ ഇൻട്രോ പറയാനുള്ള വേർഡിങ് സെറ്റ് ചെയ്തോ? വണ്ടി വെച്ച് തന്നെ എടുത്തേക്കാം. അത് വേണോ? വേണം. വിഷ്വലിന് മുമ്പ് നിന്റെ മുഖം പറഞ്ഞ സ്ക്രീനിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മൈലേജ് നിനക്ക് കിട്ടില്ല. കമാൺ. ഓക്കേ. റെഡി? റെഡി. റോളിംഗ്. ഭാരതത്തിന്റെ നിയമനിർമ്മാണ പ്രക്രിയയിലേക്കും ഭരണ സംവിധാനത്തിലേക്കും പണത്തിന്റെ പിൻബലം കൊണ്ട് മാത്രം ഒരാൾ നുഴഞ്ഞുകയറ്റം നടത്തുന്നതിന്റെ അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കുമാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. തന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനായി വ്യവസായി രാജൻ കർത്ത ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് ഭരതൻ പിള്ളയ്ക്ക് കോടികൾ കൈമാറുന്ന കാഴ്ച കാണുക. ഈ പറഞ്ഞതൊക്കെ കണ്ടാൽ മതിയായിരുന്നു. ക്യാമറ. സർ, കുറച്ച് പാൻഡ് റൈറ്റ്. സർ. ഓക്കെ സർ. ഓക്കെ ഫൈൻ. ആ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയതാ, അങ്ങോട്ട് വെച്ചേക്ക്. എന്തിനാണ് ഇവിടെ ഇങ്ങനെ പഴയ ഫ്രിഡ്ജ്? സാറിന് പുതിയൊരെണ്ണം വാങ്ങാൻ പറ്റില്ല. അതാണ് ഭരതൻപിള്ള സാർ. ആ വിനയം, ആ എളിമ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് നാളെ കണ്ടാ പോരെ? ശരി സാർ. ശരി ലീഡറെ. ആ ശരി. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. അപ്പൊ ശരി കേട്ടാ, എല്ലാം പറഞ്ഞ പോലെ.